ജാമിദ ടീച്ചർ, എന്തായാലും ഇത്തരം ചർച്ചകളുടെ അടിസ്ഥാനത്തിലെങ്കിലും നമ്മുടെ ഏജൻസികൾ കണ്ണു തുറന്ന് പ്രവർത്തിക്കും എന്ന് പ്രത്യാശിക്കാം, അല്ലേ? എത്തിക്കേണ്ടത് വ്യത്യസ്ത സ്ഥലത്ത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ഇനി അവർ കൈകാര്യം ചെയ്യട്ടെ. എന്നോടാണോ? അതെ അതെ അതെ. ദുരൂഹ സാഹചര്യത്തില് നമ്മുടെ നാട്ടിൽ കാണാതായ അനേകം പെൺകുട്ടികളെ സത്യസരണി എന്ന മതപരിവർത്തന കേന്ദ്രത്തിലാണ് പിന്നീട് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇത് എവിടെയും വാർത്തയായി നമ്മൾ കണ്ടില്ല. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 2016 കാണാതായ ഒരു മിലിറ്ററി ഓഫീസർ ഉണ്ടായിരുന്നു, മിനി വിജയൻ, അങ്ങനെയാണെന്ന് എന്റെ ഓർമ്മ. മിനി വിജയന്റെ മകള് അപർണ വിജയൻ. ഈ പെൺകുട്ടി ബിടെക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു. സൈനബ എന്ന സത്യസരണി പ്രവർത്തകയാൽ വശീകരിക്കപ്പെട്ട ആതിര, അഖില, ഹദിയ, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സത്യസരണി എന്ന് പറയുന്ന സ്ഥാപനത്തിനകത്ത് വെച്ച് മതം മാറ്റപ്പെട്ട യുവതികളുടെ നീണ്ട നിരയേണ്ടി വരാടക്കം. 2019 സത്യസരണിയിൽ നടന്ന ഒരു റെയ്ഡില് ഇസ്ലാമിലേക്ക് മതം മാറ്റപ്പെട്ട 70ഓളം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ കുറിച്ചിട്ടുള്ള രേഖകളാണ്, ഡിജിറ്റൽ തെളിവുകളാണ് അന്ന് അവിടെ നിന്ന് കിട്ടിയത്. അഖില ഹദിയയുടെ കേസിൽ NIA കോടതിയിൽ വ്യക്തമാക്കിയതും അത് തന്നെയാണ്. അതുപോലെ ഷെഫിൻ ജഹാനുമായിട്ടുള്ള ഹാദിയയുടെ വിവാഹം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലായിരുന്നെന്നും സത്യസരണിയും പോപ്പുലർ ഫ്രണ്ടും ചേർന്ന് നടത്തിയ സംഘടിതമായ പ്രവർത്തനങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന്റെ ഇരയായിരുന്നു ആ പെൺകുട്ടി എന്നുമായിരുന്നു. ഇന്ത്യ ടുഡേ സത്യസരണിയിൽ നടത്തിയ ഒരു ഒളി ക്യാമറ ഓപ്പറേഷനിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരു തുറന്നു പറച്ചിൽ തന്നെയാണ് നമ്മുടെ രാജ്യം കണ്ടത്. 2011 2015 ഇടയ്ക്ക് സംസ്ഥാനത്ത് 5975 ആളുകളാണ് ഇസ്ലാം മതം സ്വീകരിച്ചതായി സർക്കാരിന്റെ കണക്കുകളിൽ മാത്രം ഉണ്ടായിരുന്നത്. 2016 ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. 2015 മാത്രം 1410 പേരാണ് മതം മാറിയത്. പുതിയതായിട്ട് മതം മാറിയ ആളുകളിൽ 76% നിമിഷ ഫാത്തിമയെ പോലെയുള്ള 35 വയസ്സിന് താഴെയുള്ള സ്ത്രീകളായിരുന്നു. അപ്പൊ ഇവര് വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്നതിന്റെ മറവില് ഇവർ ഫണ്ടുകൾ പിരിക്കുന്നു. എന്ത് രൂപത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. സത്യസരണിയെ പോലെ ഡസൻ കണക്കിന് മതം മാറ്റ ഫാക്ടറികൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. ഇത് കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ വലിയ രൂപത്തിൽ അസ്വസ്ഥതകൾ വിതയ്ക്കുന്നുണ്ട്. ഇപ്പോ നമുക്കറിയാം, മഞ്ചേരിയില് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു. എന്തുകൊണ്ടാണ് ഇവർ മഞ്ചേരി പോലെ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ പോപ്പുലർ ഫ്രണ്ടും SDPIയും അതല്ലെങ്കിൽ ക്യാമ്പസ് ഫ്രണ്ടും ഇതുപോലെയുള്ള സംഘടനകൾ മാത്രമല്ല ഉള്ളത്. ഇവർക്ക് ഒരുപാട് പോഷക സംഘടനകളുണ്ട്, ഇവർക്ക് ഒരുപാട് അസോസിയേഷനുകളുണ്ട്, ഇവർക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെടുന്നതിന് ചില രഹസ്യമായിട്ടുള്ള കോഡുകളും അതിനുവേണ്ടി സിദ്ദീഖാപ്പനെ പോലെയുള്ള വ്യക്തികളുമുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വളരെ ലളിതമായ ഒരു വസ്തുതയല്ല. SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും ഒരുപാട് ആളുകളെ ആക്രമിച്ച ചരിത്രമുണ്ട് എന്ന് കേരള ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതാണ്. അതുപോലെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട RSS പ്രവർത്തകനായ സഞ്ജിത്തിന്റെ ഭാര്യയുടെ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി പറഞ്ഞതാണ് ഇതെല്ലാം. 26-കാരനായ രാഷ്ട്രീയ സ്വയം സേവക സംഘ പ്രവർത്തകൻ സഞ്ജിത്തിനെ പാലക്കാട് എല്ലപ്പുള്ളി ഭാര്യയുടെ കൺമുമ്പിലിട്ടിട്ടാണ് SDPI കൊന്നത്. ഇവർക്ക് ടെറർ വിങ് എന്നും പറഞ്ഞൊരു വിങ് ഉണ്ട്, കില്ലർ വിങ് ഉണ്ട്, സൈബർ വിങ്, മീഡിയ വിങ്, ഫണ്ടിങ് വിങ്, ഇന്റലിജൻസ് വിങ്, ഇന്റലക്ച്വൽ വിങ്, സോഷ്യൽ വിങ്, പൊളിറ്റിക്കൽ വിങ്, റിക്രൂട്ടിംഗ് വിങ്, ജൂനിയർ ടെറർ വിങ്. കാരണം സിദ്ധാർത്ഥനെ അഭിമന്യുവിനെ ഒക്കെ നമ്മൾ കണ്ടതല്ലേ. ഫോറിൻ വിങ്, മിലിറ്ററി വിങ്. ഇത് സങ്കീർണവും രഹസ്യാത്മകവുമായ പ്രവർത്തനങ്ങളുടെ ഫലമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ജിഹാദി ഗ്രൂപ്പുകൾ. ഇത് തന്നെയുമല്ല, രഹസ്യമായിട്ടുള്ള ബ്രിഗേഡുകൾ വേറെയുമുണ്ട്. ഓരോ ബ്രിഗേഡിലും 5 മുതൽ 20 വരെയുള്ള അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ചേർന്ന് വലിയ വലിയ ഗ്രൂപ്പുകളായി മാറുന്നു. വലിയ സൈനിക ബറ്റാലിയന്റെ മാതൃകയിലാണ് ഇവരുടെ ഓരോ കോച്ചിങ്ങുകളും നടക്കുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അടങ്ങിയ ആയിരക്കണക്കിന് ജിഹാദി ഗ്രൂപ്പുകൾ പോപ്പുലർ ഫ്രണ്ടിനുമുണ്ട്, അതിന് SDPIയും അത് തന്നെയാണല്ലോ. വ്യത്യസ്തമായ കോഡുകളും അടയാളങ്ങളും വേഷവിധാനങ്ങൾ നമ്മൾ മെക്സവനിലൊക്കെ കണ്ടില്ലേ, അധികാര ചിഹ്നങ്ങൾ. നമ്മുടെ രാഷ്ട്ര ഭാഷ എന്ന് പറയും, നമ്മുടെ ദേശീയ പുഷ്പം, ദേശീയ മൃഗം, അതുപോലെ ഇതെല്ലാം ഇവരിലുമുണ്ട്.
പാരലായിട്ട് നമ്മുടെ ഡെമോക്രസിക്ക് തുല്യം പാരലായിട്ട് ഇവരും അതുപോലെ ഒരു മതാധിപത്യ ഭരണഘടന ദേശീയ ഗാനം അടക്കം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചില മതപഠനശാലകള്, ആരാധനാ സംവിധാനങ്ങള്, പ്രത്യേകമായിട്ടുള്ള സംഗമ സ്ഥാനങ്ങള്, ഇവരുടെയൊക്കെ ആശയവിനിമയവും വളരെ വ്യത്യസ്തമാണ്. ഐസിസ് പോലെയുള്ള സ്ലീപ്പർ സെല്ലുകളുടെ മാതൃകയിലാണ് ഇവർ ഇതെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു രാജ്യം പണിയാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ MK ഫൈസി, അദ്ദേഹം ഖലീഫയുടെ കുപ്പായം തയ്ച്ചു വെച്ചിട്ട് കാത്തിരിക്കുന്ന സമയത്താണ് 61 സംതിങ് കോടി രൂപ പിരിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നത്. ഇവർക്ക് 10 ലക്ഷത്തിലധികം സജീവ പ്രവർത്തകരുണ്ട്, കോടിക്കണക്കിന് അനുകൂലികളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ ഇവർക്ക് ഫണ്ട് നൽകുന്ന ആളുകൾ മാത്രമായിട്ടുണ്ട്. ഇത് ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി ഇന്ത്യ മുഴുവനും വളർന്നു പടർന്നു പന്തലിച്ചു കഴിഞ്ഞു. ഇവരുടെ പ്രവർത്തനം കൂടുതലും യുവജനങ്ങളും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഇടയിലാണ്. നമ്മൾ കണ്ടില്ലേ, ഒരു ആൽവിൻ എന്ന് പറയുന്ന ഒരു എന്താണ് സാബിത്ത് ആൽവിൻ, ആ പയ്യനെ പോലെയുള്ള ആളുകൾ എന്താണ് ഈ പയ്യൻ വന്ന് വിളിച്ചു പറഞ്ഞത്? 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളുടെയൊക്കെ തല ഞാൻ എടുക്കും. വത്സൻ തില്ലങ്കേരി ഭാര്യയോട് വിധവാ പെൻഷൻ അപേക്ഷിക്കാൻ റെഡിയായിരുന്നോളാൻ പറ, വെള്ളസാരി റെഡിയാക്കി വെച്ചോളാൻ പറ. അപ്പൊ ഇവര് എല്ലാം ഏറ്റെടുത്തിരിക്കുവാണ്. ഞങ്ങളാൽ ഇനിയും അടുത്തത് എടുക്കാൻ പോകുന്ന തലകൾ ഇന്നതാണ്. 74-ലധികം പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സംഘടനകളുടെ ആത്യന്തികമായ ലക്ഷ്യം ഇവിടെ നിന്ന് കാഫിറുകളെ ഉന്മൂലനം ചെയ്യുക, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ്. ഇസ്ലാമിക രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലെത്താൻ ആദ്യപടിയായിട്ട് ഇവർ ചെയ്യുന്നത് സാമൂഹ്യമായും സാമ്പത്തികമായും മതപരമായും രാഷ്ട്രീയമായും ഇവർക്ക് വേരുറപ്പിക്കാൻ പറ്റുന്ന സകലമാന മേഖലകളിലും ഇവർ വളർന്ന് പടർന്ന് പന്തലിക്കുക എന്നതാണ്. രണ്ടാം ഘട്ടത്തിൽ എല്ലാ അർത്ഥത്തിലും അവർക്കൊരു ഗ്രിപ്പായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുപയോഗിച്ച് എതിരാളികളെ ഒന്നുകിൽ കയ്യിലെടുക്കുക, അതല്ലെങ്കിൽ അവരെ തകർത്ത് കളയുക. അങ്ങനെ തങ്ങളുടെ ലക്ഷ്യം അതുവഴി സ്ഥാപിച്ചെടുക്കുക എന്നതാണ് ഇവരുടെ രീതി. അതിൽപ്പെട്ടതാണ് 2047 ഇവരുടെ ഒരു മിഷൻ. ഇന്ത്യയുടെ 100ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ വാർഷികത്തിന് മുമ്പ് ഇന്ത്യയെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റും എന്ന് പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രഖ്യാപനമായിരുന്നു. അതിനുവേണ്ടി ഇവർക്ക് ഒരു മാസ്റ്റർ പ്ലാനും ഉണ്ടായിരുന്നു, ഒരു രഹസ്യ പൊളിറ്റിക്കൽ ഇസ്ലാമിക അജണ്ട ഉണ്ടായിരുന്നു ഇതിന്റെ പിന്നിൽ. ചുരുക്കാം അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ സജീവമായി അവർക്ക് വേരുറപ്പിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതാണ് എന്ന് മനസ്സിലാക്കി അവർ അവിടെ വേരുറപ്പിക്കുന്നു. ഇവരുടെ ഈ തീവ്രവാദത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളോ ഇസ്ലാം സംഘടനാ നേതാക്കളോ എതിർക്കാത്ത കാരണം അവരുടെ ഉള്ളിലും കിടക്കുന്നത് മത രാഷ്ട്രമാണ്. ഇൻഷാ അല്ലാഹ് ഇൻക്വിലാബ്, അതിന് ഇവർക്ക് ബയോളജിക്കലി വളരാം, കാഫിറുകളെ ഇല്ലാതാക്കിയാലും വളരാം. അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഇവർ ഓരോരുത്തരും അവരുടെ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 10 ലക്ഷത്തോളം നേതാക്കളും കോടാനുകോടി വരുന്ന അണികളും പോപ്പുലർ ഫ്രണ്ടിന്റെ ഏതാനും നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ചത് കൊണ്ട് ഇവിടെ മിണ്ടാതിരിക്കുവാണെന്ന് വിചാരിക്കരുത്. അവര് അവരുടെ അജണ്ടകൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.